ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. സാധാരണ ഞാൻ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഒരു റീല് കണ്ടിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണിത്. റീലിൽ കണ്ട് ഉണ്ടാക്കിയപ്പോൾ അത്രയും ടേസ്റ്റി ആയിരുന്നു. അതുപോലെ എൻ്റെ വീട്ടിലൊന്നും ഈ രീതിയിലല്ല കേട്ടോ ഉണ്ടാക്കാറ്, വ്യത്യസ്തമായ രീതിയിലാണ്, ജീരകമൊക്കെ ചേർത്തിട്ടാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് നാടൻ മാങ്ങയാണ്. നാടൻ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഈ മാങ്ങ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ കുറച്ചു കാലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും ശർക്കരപ്പാനിയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. ചെറുതായി കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നെയ്യാണ് കേട്ടോ. അങ്ങനെ നെയ്യെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു തേങ്ങയുടെ അരപ്പ് ചേർക്കണം. അതിനുവേണ്ടി തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് തൈര് ഇവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഈ മാങ്ങയെല്ലാം ഒന്ന് കുറുകി ശർക്കരയൊക്കെ നല്ലതുപോലെ ഈ മാങ്ങയിലേക്ക് പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ചെറിയൊരു തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. ഒരുപാട് തിളച്ച് മറിയരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു ഗ്രേവി എത്രമാത്രം തിക്ക് വേണമെന്നുള്ളത് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഈ ഒരു മാമ്പഴ പുളിശ്ശേരിക്ക് എപ്പോഴും ടേസ്റ്റ് ഉള്ളത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊഴിച്ച് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇവ നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്ത് ഈ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഉലുവയൊന്നും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ മാമ്പഴ പുളിശ്ശേരിയുടെ ഈ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മാമ്പഴക്കാലത്ത് വീണ്ടും കാണാം പുതിയ റെസിപ്പി.